നമസ്കാരം. ജീവിത വിജയം നേടിയ വ്യക്തികൾ കേരള ഗവൺമെൻറ് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരെ പോലെയാണ്. ജീവിത വിജയം നേടിയ വ്യക്തികൾ ഒരിക്കലും മരിക്കുന്നില്ല. അവരുടെ ഭൗതിക ശരീരം നമ്മളെ വിട്ടു പോയാലും അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്ത നന്മകൾ, അതെന്നൊന്നും നിലനിൽക്കും. അതുകൊണ്ട് അവർക്ക് മരണമില്ല. പിന്നെ ഗവൺമെൻറ് പെൻഷൻകാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ല, ഒരു മന്ത്രിയുടെ അഭിപ്രായമാണ്. ഗവൺമെൻറ് പെൻഷൻകാരൊന്നും മരിച്ചു പോകുന്നില്ല. 90 കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അമ്മയും 35 കഴിഞ്ഞ ഈ ഞാനും അടക്കം ആരും മരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അത്തരം ഒരു ജീവിത വിജയം നേടിയ ഒരു മഹത് വ്യക്തി ഒരു മേഖലയിലല്ല, വ്യത്യസ്ത മേഖലകളിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സാക്ഷാൽ അർണോൾഡ് ഷ്വാസ്നഗർ. 1947 ജൂലൈ 30 ഓസ്ട്രിയയിൽ താൽ എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു. 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം US-ലേക്ക് താമസം മാറ്റുന്നു. 23-ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനായ മിസ്റ്റർ ഒളിമ്പ്യയിൽ ടൈറ്റിൽ. ആ ബഹുമതി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം 1970-ൽ. 55 വർഷമായിട്ടും ആ റെക്കോർഡ് തിരുത്തപ്പെട്ടിട്ടില്ല. അതായത് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ലോക റെക്കോർഡ് എന്നൊരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് അവകാശപ്പെടാം. അത് കഴിഞ്ഞ് തുടർച്ചയായി പലതവണ മിസ്റ്റർ ഒളിമ്പ്യ ടൈറ്റിൽസ്. മിസ്റ്റർ ഒളിമ്പ്യ അതിനുശേഷം മത്സരിച്ച ഒരു മിസ്റ്റർ ഒളിമ്പ്യ കോമ്പറ്റീഷനിലും അദ്ദേഹം തോറ്റിട്ടില്ല. ആദ്യമായിട്ട് 69-ൽ മത്സരിച്ചു, അന്ന് പരാജയപ്പെട്ടു. അതിനു മുമ്പേ 3 വർഷം മിസ്റ്റർ ഒളിമ്പ്യ ആയിരുന്ന സെർജിയോ ഒലിവിയ എന്ന ബോഡി ബിൽഡറോട് പരാജയപ്പെട്ടു. 1970 ആദ്യത്തെ മിസ്റ്റർ ഒളിമ്പ്യ ആയി. അതിനുശേഷം 70 മുതൽ 75 വരെ തുടർച്ചയായി 6 മിസ്റ്റർ ഒളിമ്പ്യ ടൈറ്റിൽസ്. പിന്നീട് അദ്ദേഹം സിനിമ അഭിനയത്തിന് വേണ്ടി മിസ്റ്റർ ഒളിമ്പ്യയിൽ നിന്ന് വിട്ടുനിന്നു. 80-ൽ ഒരു തിരിച്ചുവരവുണ്ടായി. അന്നും അദ്ദേഹം തന്നെ മിസ്റ്റർ ഒളിമ്പ്യ ആയി. സോ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്ത മിസ്റ്റർ ഒളിമ്പ്യ എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതിനുശേഷം അദ്ദേഹം സിനിമ അഭിനയത്തിലേക്കും മറ്റു ചില ബിസിനസ്സുകളിലേക്കും കടന്നു. ഏകദേശം 41-ാമത്തെ വയസ്സിൽ ലോകത്തെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന, ലോകത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ഫിലിം ആക്ടർ എന്നുള്ള ബഹുമതി അദ്ദേഹം നേടിയെടുത്തു. പിന്നീട് അദ്ദേഹം വളരെ കാലം സിനിമാ അഭിനയത്തിൽ ആ നിലയിൽ തുടർന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ റെക്കോർഡ് 2019-ലാണ് മറ്റൊരു നടൻ മറികടന്നത്. അപ്പോൾ അത്രയും കാലത്തെ മണി വാല്യൂ ആലോചിക്കുമ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയാം. 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം US-ലെ ഏറ്റവും വലിയ എക്കണോമിയായ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഗവർണറായി. നിങ്ങളെ പറ്റി ആലോചിക്കാം, അദ്ദേഹം കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഗവർണറായ ലോകത്തിനെന്താ മെച്ചം എന്ന്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും, ഇതിനെക്കുറിച്ച് അന്നേ ചിന്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏകദേശം കേരളത്തിൻ്റെ അത്ര തന്നെ ജനസംഖ്യയുള്ള കാലിഫോർണിയ സ്റ്റേറ്റിൽ ആ കാലത്തിൽ അദ്ദേഹം 10 ലക്ഷം സോളാർ റൂഫുകൾ നടപ്പിലാക്കി. അതുകൂടാതെ ഒരുപാട് സോളാർ ഫീൽഡുകൾ വേറെ ആരംഭിച്ചു. കൂടാതെ വാഹനങ്ങൾക്കും ഫാക്ടറികൾക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ നോംസ് കൊണ്ടുവന്നു. ആഗോളതാപനത്തിൻ്റെ കാരണങ്ങൾ അദ്ദേഹം അന്നേ മനസ്സിലാക്കിയിരുന്നു. അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ അന്നേ ആരംഭിച്ചിരുന്നു. ഇത്തരം ഒരു ജീവിത വിജയം അദ്ദേഹം നേടിയെടുത്തത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഹാർഡ് വർക്ക് ചെയ്തു. അതിനൊരു ഉദാഹരണം, അദ്ദേഹം ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അദ്ദേഹം ഒരു വിസിറ്റിന് പോയി. അവിടെ അദ്ദേഹം ഒരു സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എണീറ്റ് എന്ന് പറഞ്ഞു, ഗവൺമെൻറ് ഫണ്ടുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. കാരണം ആ കാലത്ത് ആഗോളമായിട്ട് തന്നെ ഒരു സാമ്പത്തിക മാന്ദ്യം നിലനിന്നിരുന്നു.
അതുകൊണ്ട് എല്ലാ ഫീൽഡിലും ഗവൺമെൻറ് സബ്സിഡികളും ഫണ്ടുകളും വെട്ടിക്കുറച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിവിടെ മാത്രമല്ല, ലോകം മുഴുവനുള്ളതാണ്. അതുകൊണ്ടിപ്പോൾ തനിക്കെന്താ പ്രശ്നം? എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു കൂടുതൽ സമയം. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഉന്നത പഠനത്തിനുള്ള ചെലവ് സ്വയം ജോലി ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ് അത്തരം രാജ്യങ്ങളിലെ ഒരു സംസ്കാരം. ഇവിടെ നമുക്കത്തരം ഒരു സംസ്കാരം ഇതുവരെ കാര്യമായിട്ടില്ല, അവസരങ്ങളുമില്ല. ഇവിടെ വല്ലവനും ജോലി ചെയ്യുന്നത് നോക്കിക്കൂലി വാങ്ങുന്നതും അറിയാത്ത എക്സ്പെർട്ടൈസ് വേണ്ട ജോലികൾ ഭീഷണിപ്പെടുത്തി വാങ്ങി ആളെ കൊല്ലുന്നതാണല്ലോ നമ്മുടെ സംസ്കാരം. അതിനെന്താ, നല്ല കാര്യമല്ലേ? അപ്പോൾ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ ഒരു ദിവസം എത്ര മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? 3 മണിക്കൂർ. എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്? അതും 3 മണിക്കൂർ. എത്ര മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്? 2 മണിക്കൂർ. ഓക്കെ, അപ്പോൾ 3 6 2 8. 1 മണിക്കൂർ തൻ്റെ യാത്രകൾക്കും കൂടി മാറ്റി വെച്ചാൽ 9 മണിക്കൂർ. ഒരു 7 മണിക്കൂർ ഉറക്കം. 9 7 16. ബാക്കി 8 മണിക്കൂർ താൻ എന്ത് ചെയ്യുന്നു? ആ സദസ്സിൽ വിദ്യാർത്ഥികൾ മുഴുവൻ അത്ഭുത സ്തബ്ധരായിപ്പോയി. അദ്ദേഹം പറഞ്ഞു, കുറച്ചുകൂടി സമയം പാർട്ട് ടൈം ജോലി ചെയ്തോ, കുറച്ചധികം വരുമാനം ഉണ്ടാക്കാം, പറ്റിയ വീട്ടുകാരെ സഹായിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, എന്തിനിങ്ങനെ ഈ സമയം പാഴാക്കുന്നു? അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. അത്തരം ഒരു രീതിയിലൂടെയാണ് അദ്ദേഹം വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. ഒരു കാര്യം പ്രത്യേകം ആലോചിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടത് ഇന്നത്തെ യുവതലമുറയാണ്. നമ്മൾ കാണുന്ന പോലുള്ള ഡ്രഗ്സ്, അത്തരം പ്രലോഭനങ്ങളിൽ വീണ് ജീവിതം വഴിതെറ്റി പോവാതെ ഹാർഡ് വർക്ക് ചെയ്യുക, ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുക. അധികം ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം, ലോകമെമ്പാടുമുള്ള കോടീശ്വരന്മാരായ വാഹനപ്രേമികളുടെ ഹരമായ ഹമർ വാഹനങ്ങൾ മിലിറ്ററിക്ക് മാത്രം അവൈലബിൾ ആയിരുന്നത് പബ്ലിക്കിന് ലഭ്യമാക്കിയത് അദ്ദേഹമാണ്. കോടീശ്വരൻ്റെ മാത്രം ഹരം എന്ന് പറയാൻ കാരണം, ബാക്കിയുള്ള വാഹനപ്രേമികൾക്കും പ്രേമിക്കാം, സ്വന്തമാക്കാൻ പറ്റില്ല. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹം ഈ പ്രായത്തിലും രാവിലെ 7 മണിക്ക് സ്വയം സൈക്കിൾ ചവിട്ടി ജിംനേഷ്യത്തിലേക്ക് പോകും. അത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തും പരിസരത്തും ഉള്ളവർക്ക് സ്ഥിരം കാഴ്ചയാണ്.